ശ്രീ TP സെൻകുമാർ, അങ്ങയുടെ കാഴ്ചയിൽ ശബരിമലയിൽ പിഴച്ചതെവിടെയാണ്, പിഴയ്ക്കുന്നതെവിടെയാണ്? ശബരിമലയിൽ പിഴയ്ക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, അടിസ്ഥാനപരമായിട്ട് ഒരു മാസം മുമ്പെങ്കിലും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തു തീർക്കാതെ, അതായത് അവിടെ വെള്ളത്തിൻ്റെ ലഭ്യത, ടോയ്ലറ്റ്സുകളുടെ ലഭ്യത, അവിടെ വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങളുടെ ലഭ്യത, അതുപോലെ നിലയ്ക്കലും പമ്പയിലും കൂടുതൽ ക്രൗഡ് വരികയാണെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള അവസരങ്ങൾ, ഇതേപോലെ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ NDRFനോട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ ക്രൗഡ് കൺട്രോളിനെ പറ്റി. എന്ത് കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടുത്തെ NDRFന് എന്ത് ക്രൗഡ് കൺട്രോൾ ഉള്ളത്? അവിടുത്തെ NDRF വർക്ക്സ് അണ്ടർ ദ കേരള പോലീസ്. ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ വന്നിരുന്ന സമയത്ത്, അതായത് ഇതേപോലെ ശബരിമലയിൽ യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ ഇപ്പോൾ 70,000 + 20,000 90,000 ആൾക്കാരല്ലേ വരുന്നുള്ളൂ. അതിൻ്റെ ഒരു നിയന്ത്രണവുമില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിരുന്ന സമയത്ത് അവിടെ കേരള പോലീസ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പക്ഷേ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ, പോലീസിൻ്റെ ജോലി മറ്റു ചിലർ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് അവിടെയുള്ള ചീഫ് പോലീസ് കോർഡിനേറ്ററെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വളരെ ക്ലിയറായിട്ട് ഡിവൈഡഡ് ഡ്യൂട്ടീസാണ്. ദേവസ്വം പ്രസിഡൻറ്റും ദേവസ്വം ബോർഡും ചെയ്യേണ്ട കുറേ ജോലികളുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. NDRF വന്നത് നല്ല തന്നെ എന്തെങ്കിലും പ്രശ്നം ചെറുതായിട്ടുണ്ടാകുകയാണെങ്കിൽ അവർക്ക് ഒരു ഡിസാസ്റ്റർ റിലീഫ് ഫോഴ്സായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. അത് ദേ വിൽ വർക്ക് അണ്ടർ ദ കേരള പോലീസ് ആൻഡ് അണ്ടർ ദ ചീഫ് പോലീസ് കോർഡിനേറ്റർ. അതാണ്. അതുപോലെ അവിടെ കേന്ദ്രസേന, ഈ കേന്ദ്രസേനയും വിൽ വർക്ക് അണ്ടർ ദ കേരള പോലീസ്. ഈ കേന്ദ്രസേനയ്ക്കൊക്കെ വാസ്തവത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ വർക്ക് ചെയ്തുള്ള പരിചയം വളരെ കുറവാണ്. കാരണം അവർ ലാത്തിചാർജ് നടത്താനും അല്ലെങ്കിൽ വെടിവെക്കാനും ഉള്ള സന്ദർഭങ്ങളിലാണ് കൂടുതൽ സമയവും വർക്ക് ചെയ്യുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ യാഥാർത്ഥ്യം പറയാണ്. കാരണം നമ്മൾ ഒരു സംസ്ഥാനത്തെ ഒരു പോലീസ് വിഭാഗത്തിന് അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കാതെ മറ്റ് വിഭാഗങ്ങൾ വരുത്തുന്ന കുഴപ്പങ്ങൾ മുഴുവൻ അവർ ഡീൽ ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇന്നലത്തെ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പോലീസാണോ വെള്ളം കൊടുക്കേണ്ടത്? കുന്നാ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരേണ്ടത് ആരാണ്? കുന്നാ ഡാമിൽ നിന്ന് വെള്ളം കൃത്യമായിട്ട് എത്തിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അതിന് വാട്ടർ അതോറിറ്റി ഉണ്ട്. അതുപോലെ അവിടെ പോകുന്ന ക്യൂ കോംപ്ലക്സുകളിൽ വെള്ളം കൊടുക്കാൻ ആരാണ് സംവിധാനം ഉണ്ടാക്കേണ്ടത്? അപ്പോൾ ഇതേപോലുള്ള അടിസ്ഥാനപരമായിട്ട് പാർക്കിങ്ങിനും അതുപോലെ ഭക്ഷണത്തിനും വെള്ളത്തിനും ടോയ്ലറ്റ്സിനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തീർച്ചയായിട്ടും 90,000 പേരെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഒരു മിനിറ്റിൽ 60 മുതൽ 80 ആൾക്കാർ വരെ 18-ാം പടി കയറിപ്പോകും. കുറഞ്ഞത് ഒരു 60 പേർക്കും കൂടിയത് പരമാവധി ഒരു 80 പേർക്കും പോകാം. അങ്ങനെയാണെങ്കിൽ 20 മണിക്കൂർ തുറന്നിരിക്കുകയാണെങ്കിൽ 72,000 പേർക്ക് അവിടെ കുറഞ്ഞത് അവിടെ 18-ാം പടി കയറിപ്പോകാൻ പറ്റും. കൂടിയാൽ 96,000 പേർക്ക് കയറിപ്പോകാൻ പറ്റും. ഇപ്പോൾ അതുകൂടാതെ 4 മണിക്കൂർ ബാക്കിയുണ്ട്. ആ 4 മണിക്കൂറും നട ചവിട്ടി ആൾക്കാരെ മുകളിൽ അവിടെ കൊണ്ട് നിർത്താൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്, അതൊക്കെ ചെയ്തിരുന്നതാണ്. അതൊക്കെ ചെയ്ത് വിജയിക്കണമെങ്കിൽ എന്ത് വേണം? അടിസ്ഥാനപരമായിട്ട് അവിടെ ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അതുപോലെ ടോയ്ലറ്റിൻ്റെയും അതുപോലുള്ള വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നങ്ങളുണ്ടാകില്ല. കാരണം ഇപ്പോൾ വാസ്തവത്തിൽ പഴയ കാലത്തിൽ നിന്ന് വളരെ എളുപ്പമാണ്. കാരണം ആൾക്കാർ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞു 5,000 പേര് മാത്രമാണ് ഇനി ഓൺ ദ സ്പോട്ടിൽ ബുക്കിംഗ് വരുന്നത്. അതിൻ്റെ അർത്ഥം ബാക്കി 85,000 പേര് ബുക്ക് ചെയ്ത് വരുന്നു. ബാക്കി 5,000 പേര് അവിടെ വരുന്നു. കൂടി വന്ന 1,00,000 പേരിൽ താഴെയായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഒരു ദിവസം അവിടെ എത്തുക. തീർച്ചയായിട്ടും അതിൻ്റെ കൺട്രോൾ വളരെ എളുപ്പമായിരിക്കും. കൺട്രോൾ എളുപ്പമാകണമെങ്കിൽ പക്ഷേ ഒരു കാര്യമുണ്ട്, ആ വരുന്നവർക്ക് ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ കുറച്ച് നേരം തടസ്സം നേരിട്ടാൽ അവർ നിൽക്കുന്നിടത്ത് വെള്ളം കിട്ടണം, അവർ നിൽക്കുന്നിടത്ത് അല്പം ഭക്ഷണം കിട്ടണമെങ്കിൽ അത് കിട്ടണം. അതുപോലെ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ സൗകര്യം, വിരിവയ്ക്കാൻ സൗകര്യം, ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ
ലോക അയ്യപ്പ സംഗമം ഭക്തസംഗമം നടത്തി 8 കോടി രൂപ കളഞ്ഞ് ആ 8 കോടി രൂപ ഈ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയായിരുന്നെങ്കിൽ ഈ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ യാതൊരു കാര്യം ചെയ്യാതെ പോലീസിനെ കൊണ്ട് അവിടെ വരുന്ന ജനങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യിക്കണം. അവർക്ക് വെള്ളമില്ല, വെളിച്ചമില്ല, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ കൺട്രോളിങ് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇന്നലെ പ്രശ്നം ഉണ്ടായത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ബോർഡ് നോക്കുകയാണെങ്കിൽ ക്രൗഡിൻ്റെ കൺട്രോള് പോലീസ് കൺട്രോൾ ചെയ്യും. കാരണം വളരെ സാമാന്യം നന്നായിട്ട് അറിയുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇപ്പം ശ്രീജിത്താണ് അവിടെ എനിക്ക് തോന്നുന്നു ചീഫ് പോലീസ് കോർഡിനേറ്റർ. ശ്രീജിത്തിന് വളരെ വർഷങ്ങളുടെ പരിചയമുണ്ട് അവിടെ. അതുപോലെ പരിചയമുള്ള ഓഫീസേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്രൗഡ് കൺട്രോളിങ് വളരെ ഈസി ആയിരിക്കും. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഈ വെള്ളവും ബാക്കിയുള്ള കാര്യങ്ങളും അല്പം ലഭിച്ചു തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് NDRFനോടും വേറെ ആരോടും വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരാണ് വന്നിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു തോന്നൽ ആർക്കും ഉണ്ടാകരുത്. അവർ വന്നു, അവർക്ക് ഡയറക്ഷൻ കേരള പോലീസ് കൊടുക്കും, അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. അത് അവിടെ എമർജൻസി ഉണ്ടെങ്കിൽ ആക്ട് ചെയ്യാനാണ് അവരുള്ളത്. ക്രൗഡ് കൺട്രോളും ബാക്കിയെല്ലാം നിയന്ത്രിക്കുന്നത് കേരള പോലീസ് തന്നെയാണ്. നിയമം അനുസരിച്ചും ഭരണഘടന അനുസരിച്ചും അതേ പറ്റുള്ളൂ, അതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കാര്യം. ഞാനൊരു മുൻ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനവിടെ പല ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ, അതുപോലെ എക്സൈസ് ഓഫീസർ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വിവരങ്ങൾ ബാക്കി എല്ലാ ഭാഗത്തു നിന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവർക്ക് നല്ലൊരു സ്കീമുണ്ട്. പോലീസിന് എല്ലാ വർഷവും വലിയൊരു ബന്തോബസ്ത് സ്കീമുണ്ട്. ആ ബന്തോബസ്ത് സ്കീം അനുസരിച്ച് ഓഫീസേഴ്സിനെ ഇപ്പോൾ പണ്ടൊക്കെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറും പമ്പ സ്പെഷ്യൽ ഓഫീസറും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിലയ്ക്കലും സ്പെഷ്യൽ ഓഫീസറുണ്ട്, എനിക്ക് തോന്നുന്നു സത്രത്തിലും സ്പെഷ്യൽ ഓഫീസറുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പോലീസ് ഡിപ്ലോയ്മെൻ്റ് ഉണ്ടാകും, ഹെൽപ്പ് കൊടുക്കാനുണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് പോലീസല്ല ചെയ്യേണ്ടത്, ദേവസ്വം ബോർഡാണ്. ആസ് ലോങ് ആസ് ദേവസ്വം ബോർഡ് അവരുടെ ജോലി ചെയ്യുകയാണെങ്കിൽ ശബരിമലയിൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് 100% ഉറപ്പ് പറയാനുള്ളത്. ശരിയാണ്. പോലീസിനെ പോലീസിൻ്റെ വഴിക്ക് വിടുക, ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ജോലി ദേവസ്വം ബോർഡ് ചെയ്യുക, ഒരുങ്ങിയിരിക്കുക.